ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴമേറിയ അർത്ഥത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. എസ്തേർ എന്ന പുസ്തകത്തിൻ്റെ പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആമുഖമായി ചില കാര്യങ്ങൾ ഈ പഠനത്തിൽ നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അവിടെ എസ്തേർ എന്ന കഥാനായികയെ നമ്മൾ പരിചയപ്പെട്ടു. അവളുടെ പിതൃ സഹോദരനായിരുന്ന ബന്ധുവായിരുന്ന മൊർദെക്കായ് എന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ കേട്ടു. അഹസ്വേരുസ് എന്ന പേർഷ്യൻ രാജാവിനെക്കുറിച്ച് നമ്മൾ കേട്ടു. ഈ കഥയിലെ വില്ലനായ ഹാമാൻ എന്ന വ്യക്തിയെ നമ്മൾ ചെറുതായി പരിചയപ്പെട്ടു. ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവാരായിരിക്കും എന്നതും നമ്മളോട് ചർച്ച ചെയ്തു. അതിനുശേഷം ഈ പുസ്തകത്തിൻ്റെ ക്രമരഹിതമായ ഒരു ഘടനയെക്കുറിച്ച്, അതിനുള്ള കാരണങ്ങളെക്കുറിച്ച് ഞാൻ ക്ലാസ്സിലെ അവസാന ഭാഗത്ത് വിശദീകരിച്ചിരുന്നു. അത് കേൾക്കാത്തവർ ഒന്ന് കേൾക്കുക. ഈ ക്ലാസ്സിൽ ക്രമരഹിതമായി നൽകപ്പെട്ട ആ ഘടനയെ നമ്മളൊന്ന് ആദ്യമായി പരിശോധിക്കാനായിട്ട് പോവുകയാണ്. ഈ പുസ്തകത്തിൻ്റെ ഘടന ക്രമരഹിതമായിട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നതെങ്കിൽ തന്നെയും എപ്രകാരമാണ് അത് മുൻപോട്ട് പോകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 11-ാം അധ്യായത്തിലാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 12-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വരെ 11-12 അധ്യായങ്ങൾ. ആ അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു അവതാരികയായി നിലകൊള്ളുന്നത്. ഒരു അവതാരികയായി, ഈ പുസ്തകത്തിൻ്റെ തന്നെ ഒരു അവതാരികയായി നിലകൊള്ളുന്നു എന്നതുകൊണ്ടാണ് 11-ാം അധ്യായവും 12-ാം അധ്യായവും ഈ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് വരുന്നത്. ആ അവതാരികയ്ക്ക് ശേഷം 1-ാം അധ്യായത്തിൽ പുസ്തകം ആരംഭിക്കുന്നു. അവിടെ എസ്തേർ എപ്രകാരമാണ് പേർഷ്യയുടെ രാജ്ഞിയായി അവരോധിക്കപ്പെട്ടത്, അതിന് ചരിത്രപരമായ കാരണങ്ങളാണ് വിശദീകരിക്കുന്നത് 1-2 അധ്യായങ്ങൾ. അതിൽ തന്നെ വാഷ്തി എന്ന അഹസ്വേരുസ് രാജാവിൻ്റെ രാജ്ഞി എപ്രകാരമാണ് രാജ്ഞി പദത്തിൽ നിന്ന് നിഷ്കാസിതയാകുന്നത് എന്ന് 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ 1-ാം അധ്യായം മുഴുവൻ വിശദീകരിക്കുന്നു. എസ്തേർ എപ്രകാരമാണ് രാജ്ഞിയായി വാഴിക്കപ്പെടുന്നത് എന്ന് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു. 2-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള ഭാഗത്ത് രാജാവിനെ, അഹസ്വേരുസ് രാജാവിനെ വധിക്കാനുള്ള ഉപജാപം മൊർദെക്കായി കണ്ടെത്തുന്നതിനെക്കുറിച്ച് നമുക്ക് വായിക്കാൻ സാധിക്കും. അടുത്തതായി 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വരെയും അതിനിടയിൽ 13, 14, 15 അധ്യായങ്ങൾ കൂടി തിരികെ ചേർത്തുകൊണ്ട് യഹൂദരെ പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യാനുള്ള ഗൂഢാലോചനയെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അതിൽ തന്നെ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ, 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ, അതിനുശേഷം വീണ്ടും 3-ാം അധ്യായത്തിൻ്റെ 14, 15 തിരുവചനങ്ങൾ ഈ ക്രമത്തിൽ കൊടുത്തുകൊണ്ട് യഹൂദരെ ഉന്മൂലനം ചെയ്യാനുള്ള രാജശാസനം തയ്യാറാക്കുന്ന വിവരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. 4-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ് പിന്നീട് വരുന്നത്. അവിടെ എസ്തേറിൻ്റെ മാധ്യസ്ഥ്യം മൊർദെക്കായി പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്.
അതിനുശേഷം വരുന്നത് 13-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളും 19-ാം തിരുവചനവുമാണ്. അവിടെ രക്ഷയ്ക്കും ജീവനും വേണ്ടി യഹൂദർ നടത്തുന്ന പ്രാർത്ഥനകൾ നമ്മൾ കാണുന്നുണ്ട്. അടുത്തതായി 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളും അതിനോട് ചേർന്ന് 5-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ കൂടി ചേർത്ത് തൻ്റെ ജനത്തിനു വേണ്ടി എസ്തേർ രാജസന്നിധിയിൽ ചെന്ന് അഭ്യർത്ഥന നടത്തുന്നത്, നമ്മൾ ഇടപെടലുകൾ നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് വരുന്നത് 5-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ മൊർദെഖായിക്കെതിരെ ഹാമാൻ നടത്തുന്ന ഗൂഢാലോചനയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളും 32-ാം തിരുവചനവും പിന്നീട് 16-ാം അധ്യായം മുഴുവനും യഹൂദർക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ രക്ഷയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അവിടെ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ മൊർദെഖായിയുടെ വാഴ്ചയും ഹാമാൻ്റെ വീഴ്ചയും എപ്രകാരമായിരുന്നു എന്ന് പ്രതിപാദിക്കുന്നു. 8-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിൽ യഹൂദർക്കെതിരായ രാജശാസനം എസ്തേറിൻ്റെ മധ്യസ്ഥതയിൽ പിൻവലിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നു. 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 24 വരെയും 8-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 17 വരെയുമുള്ള തിരുവചനങ്ങളാണ് പിന്നീട് നമ്മൾ കാണുക. അവിടെ യഹൂദർക്ക് അനുകൂലമായി പുതിയ ഒരു രാജശാസനം തയ്യാറാക്കപ്പെടുന്നത് നമ്മൾ കാണുന്നു. 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിൽ യഹൂദർ അവരുടെ ശത്രുക്കളെ നിഗ്രഹിക്കുന്നു. 9-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളിൽ ചരിത്രത്തിലെ ആദ്യത്തെ പൂരീം തിരുനാൾ ഉത്സവം ആഘോഷിക്കുന്ന കഥകളാണ് നമ്മൾ കാണുന്നത്. പിന്നീട് 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11-ാം അധ്യായത്തിൻ്റെ 1 വരെയുള്ള തിരുവചനങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു ഉപസംഹാരവും നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഈ ഘടന പറഞ്ഞത് പരിപൂർണമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുകയില്ല എന്നെനിക്ക് ബോധ്യമുണ്ട്. നമ്മൾ ഈ ക്ലാസ് മുൻപോട്ട് പോകുമ്പോൾ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യക്തമാവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന് കരുതാം. ആദ്യമായി തന്നെ ഈ പുസ്തകം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ബൈബിളിൽ ആരംഭിക്കുന്നത് പോലെ തന്നെ 11-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 12-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വരെ, അഥവാ 11-12 അധ്യായങ്ങൾ. 12-ാം അധ്യായത്തിൽ 6 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 2 അധ്യായങ്ങളിൽ നമുക്കൊരു അവതാരികയാണ് ലഭിക്കുന്നത്. എസ്തേർ എന്ന പുസ്തകത്തിനുള്ള ഒരു അവതാരികയാണ്. പ്രധാന പ്രതിപാദ്യ വിഷയം മൊർദെഖായിക്ക് ലഭിച്ച ഒരു സ്വപ്നം, അതോടൊപ്പം തന്നെ അഹസ്വേരൂസ് രാജാവിനെതിരെയുള്ള ഗൂഢാലോചന എന്നിവയാണ്. നമുക്ക് ഈ 2 അധ്യായങ്ങളുടെ ഘടന ഒന്ന് പരിശോധിക്കാം. 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ ആരായിരുന്നു മൊർദെഖായി എന്നാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. 11-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിൽ മൊർദെഖായിയുടെ സ്വപ്നം എന്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ അഹസ്വേരൂസ് രാജാവിനെതിരെ ഉള്ള ഗൂഢാലോചന എന്തായിരുന്നു എന്ന് വ്യക്തമാകുന്നു. ഏറ്റവും ഒടുവിൽ മൊർദെഖായിയോടുള്ള ഹാമാൻ്റെ വൈരാഗ്യത്തിനുള്ള കാരണമെന്ത് എന്ന് 12-ാം അധ്യായത്തിൻ്റെ 5, 6 തിരുവചനങ്ങളിൽ പറയുന്നു. ആദ്യമായി ആരായിരുന്നു മൊർദെഖായി എന്ന് വ്യക്തമാക്കുന്ന വചനഭാഗം 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഈ സമയം ഒന്ന് വായിക്കാം. സാധാരണ ഞാൻ പറയാറുള്ളത് പോലെ സാധിക്കുമെങ്കിൽ എല്ലാവരും ഈ സമയം നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കുക, എസ്തേർ എന്ന പുസ്തകം കണ്ടെത്തുക. അതിൻ്റെ ആദ്യത്തെ അധ്യായമാണ് നമ്മൾ വായിക്കേണ്ടത്. ആദ്യത്തെ അധ്യായം 11-ാം അധ്യായമാണ്. അതുകൊണ്ട് എല്ലാവരും എസ്തേർ എന്ന പുസ്തകം കയ്യിലെടുത്ത് അതിൻ്റെ ആദ്യത്തെ പേജിലേക്ക് വന്നാൽ അവിടെ 11-ാം അധ്യായം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. മഹാനായ അഹസ്വേരൂസിൻ്റെ 2-ാം ഭരണവർഷം
നീസാൻ മാസം 1-ാം തീയതി ജായീറിൻ്റെ മകൻ മൊർദെഖായി ഒരു സ്വപ്നം കണ്ടു. ജായീർ ബെഞ്ചമിൻ ഗോത്രത്തിലെ കിഷിൻ്റെ മകൻ ഷിമെയിയുടെ പുത്രനായിരുന്നു. സൂസാ നഗരത്തിൽ ജീവിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന മഹാനായ ഒരു യഹൂദനായിരുന്നു മൊർദെഖായി. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യൂദാ രാജാവായ യെക്കോണിയായോടൊപ്പം ജെറുസലേമിൽ നിന്ന് കൊണ്ടുപോകുന്ന തടവുകാരിൽ ഒരുവനായിരുന്നു അവൻ. ആരായിരുന്നു മൊർദെഖായി എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഇത്രയും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ ആദ്യമേ തന്നെ പറയുന്നു, മഹാനായ അഹസ്വേരൂസിൻ്റെ 2-ാം ഭരണവർഷം നീസാൻ മാസം 1-ാം തീയതി എന്ന്. എന്താണ് ഈ നീസാൻ മാസത്തിൻ്റെ പ്രത്യേകത? യഹൂദരെ സംബന്ധിച്ചിടത്തോളം നീസാൻ മാസം രക്ഷയുടെയും അവരുടെ ചരിത്രത്തിലുള്ള ദൈവിക ഇടപെടലിൻ്റെയും മാസമാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനം പുറത്തു കടന്ന പുറപ്പാട് സംഭവം നടന്നത് ഒരു നീസാൻ മാസത്തിലാണ്. അതുകൊണ്ടാണ് നീസാൻ മാസം യഹൂദർക്ക് അവരുടെ വർഷത്തിൻ്റെ ആദ്യത്തെ മാസമാകുന്നത്. ഒരു വചനം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കും: കർത്താവ് ഈജിപ്തിൽ വച്ച് മോശയോടും അഹറോനോടും അരുളി ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിൻ്റെ ആദ്യ മാസമായിരിക്കണം. ഇവിടെ സൂചിപ്പിക്കുന്നത് നീസാൻ മാസത്തെക്കുറിച്ചാണ്. അങ്ങനെയാണ് നീസാൻ മാസം യഹൂദർക്ക് അവരുടെ വർഷത്തിൻ്റെ ആദ്യത്തെ മാസമാണ്. അവർ ദൈവത്തിൻ്റെ ഇടപെടൽ, തങ്ങളുടെ ചരിത്രത്തിൽ ദൈവം ഇടപെടുന്നത് അനുഭവിച്ചറിഞ്ഞ മാസമാണ് നീസാൻ മാസം. അതേസമയം ബാബിലോൺകാരെയും പേർഷ്യക്കാരെയും ഒക്കെ സംബന്ധിച്ച് ഇക്കാലം, ഈ നീസാൻ മാസം ഉൾപ്പെടുന്ന കാലമെന്ന് പറയുന്നത് അവരുടെ വസന്തോത്സവത്തിൻ്റെ, സമ്മർ ഫീസ്റ്റിൻ്റെ ഒരു കാലഘട്ടമാണ്. ഒരു ഉത്സവ കാലഘട്ടമായിട്ടാണ് അവർ അതിനെ പരിഗണിക്കുന്നത്. അടുത്തതായി നമ്മളിവിടെ കാണുന്നത് മൊർദെഖായി എന്ന വ്യക്തിയുടെ വംശാവലിയാണ്. സത്യത്തിൽ എസ്തേർ എന്ന പുസ്തകത്തിൻ്റെ നായിക കഥാപാത്രം എസ്തേർ ആണെങ്കിലും മൊർദെഖായി എന്ന വ്യക്തിക്ക് വലിയ പ്രാമുഖ്യം നൽകിക്കൊണ്ടാണ് ഈ പുസ്തകം അതിൻ്റെ അവതാരിക ആരംഭിക്കുന്നത്. അതിനാലാണ് മൊർദെഖായിയുടെ വംശാവലി ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മൊർദെഖായിയുടെ സഹോദരപുത്രിയാണ് എസ്തേർ. അതുകൊണ്ട് തന്നെ മൊർദെഖായിയുടെ വംശാവലി എസ്തേറിൻ്റെ കൂടെ വംശാവലിയാണ്. അതുമാകാം ഇത്തരത്തിലുള്ളൊരു വംശാവലി നൽകുന്നതിനുള്ള കാരണം. ഈ വംശാവലി പട്ടിക അനുസരിച്ച് ജായീർ എന്ന വ്യക്തിയുടെ മകനാണ് മൊർദെഖായി. ആരാണ് ജായീർ? ജായീർ ഇസ്രായേലിലെ ഏറ്റവും ചെറിയ ഗോത്രം, യാക്കോബിൻ്റെ 12 മക്കളിലെ ഏറ്റവും ഇളയവനായ ബെഞ്ചമിൻ, ആ ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ കിഷ് എന്ന വ്യക്തിയുടെ മകൻ ഷിമെയി എന്ന വ്യക്തിയുടെ പുത്രനായിരുന്നു ജായീർ. എന്നതിൽ നിന്നും ബെഞ്ചമിൻ ഗോത്രവംശജനായിരുന്നു മൊർദെഖായി എന്നും ബെഞ്ചമിൻ ഗോത്രവംശജയായിരുന്നു എസ്തേർ എന്നും നമുക്ക് വ്യക്തമാവുകയാണ്. സത്യത്തിൽ എന്താണ് ഈ ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ പ്രത്യേകത? ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയ ഗോത്രമായിരുന്നു. ശക്തിയിലും എണ്ണത്തിലും ഒക്കെ ഏറ്റവും ചെറിയ ഒരു ഗോത്രമായിരുന്നു ബെഞ്ചമിൻ ഗോത്രം. യഹൂദ ജനം മുഴുവൻ കൊന്നൊടുക്കപ്പെടുമെന്ന
ഉന്മൂല നാശത്തിലേക്ക് പോകുമെന്ന ഒരു സ്ഥിതി സംജാതമായപ്പോൾ അവരുടെ ഇടയിലെ ഏറ്റവും ചെറിയ ഗോത്രമായ ബെഞ്ചമിൻ ഗോത്രത്തിലെ ഒരു സ്ത്രീയെ ദൈവം ഉപകരണമാക്കുന്നു എന്നതാണ് ഇതിലെ വലിയ ദൈവാനുഭവം. അതുകൊണ്ട് ദൈവത്തിന് ജനത്തിൻ്റെ ചരിത്രത്തിൽ ഇടപെടാൻ വലിയ വ്യക്തിത്വങ്ങളെയോ വലിയ ഗോത്രങ്ങളെയോ ഒന്നും ആവശ്യമില്ല. ചിലപ്പോൾ സമൂഹം മാറ്റി നിർത്തുന്ന ചെറിയവരെയും ദൈവം തൻ്റെ ഉപകരണമാക്കി മാറ്റും എന്ന് ഈ വംശാവലി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. അടുത്തതായി പറയുന്നത് മൊർദെഖായി എപ്രകാരമാണ് ബാബിലോണിലെത്തിയത് എന്നാണ്. നമുക്കറിയാം, ഇസ്രായേലും 12 ഗോത്രങ്ങളൊക്കെ താമസിച്ചിരുന്നത് ഇസ്രായേലിലായിരുന്നു. അപ്പോൾ ബെഞ്ചമിൻ ഗോത്ര വംശജനായ മൊർദെഖായി എപ്രകാരമാണ് ബാബിലോണിലെത്തിയത്? ബാബിലോൺ രാജാവായ നെബുക്കദ്നെസർ യൂദാ രാജാവായ യെക്കോണിയായോടൊപ്പം ജെറുസലേമിൽ നിന്ന് കൊണ്ടുപോകുന്ന തടവുകാരിൽ ഒരുവനായിരുന്നു അവൻ എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതേസമയം ബാബിലോണിലേക്ക് എത്തിച്ചേർന്ന പ്രവാസികളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏതാണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന അതേ കാലത്ത്, അതായത് യൂദാ രാജാവായ യെക്കോണിയായോടൊപ്പം ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് നാട് കടത്തപ്പെട്ട മറ്റു ചിലരെക്കുറിച്ച് നമുക്കറിവുണ്ട്. ഉദാഹരണത്തിന് എസെക്കിയേൽ പ്രവാചകൻ. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം നിങ്ങളൊന്ന് എടുത്ത് വായിച്ച് നോക്കുക. അതിൻ്റെ 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ എസെക്കിയേൽ പ്രവാചകൻ ഇതേ കാലയളവിൽ ബാബിലോണിലേക്ക് നാട് കടത്തപ്പെടുകയും അവിടെ കേബാർ നദിയുടെ തീരത്ത് പ്രവാസികളോടൊപ്പം കഴിയുകയും ചെയ്യുന്നത് നമുക്ക് ആ പുസ്തകത്തിൽ നിന്ന് വായിക്കാൻ പറ്റും. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രവാസത്തിൻ്റെ ഈ ഘട്ടം നടക്കുന്നത് BC 597-98 കാലയളവിലാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്ന സാക്ഷ്യമനുസരിച്ച് മൊർദെഖായിയും ബാബിലോണിൽ എത്തപ്പെടുന്നത്, പിന്നീട് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി തീർന്ന ബാബിലോണിൽ എത്തപ്പെടുന്നത് BC 597-98 കാലമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടതായിട്ട് വരും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം, അങ്ങനെയെങ്കിൽ BC 597-98 കാലത്ത് മൊർദെഖായി ബാബിലോണിൽ എത്തപ്പെട്ടിരുന്നു എങ്കിൽ ഈ പുസ്തകത്തിൻ്റെ കഥ നടക്കുന്ന സമയത്ത് മൊർദെഖായി ഒരു പടുവൃദ്ധനായിരിക്കും. വളരെ പ്രായം ഉള്ള ഒരു പടുവൃദ്ധനായിരിക്കും. ഇയാളുടെ സഹോദരപുത്രിയായ എസ്തർ ഒരു മിനിമം 70 വയസ്സെങ്കിലും ഉള്ള ആളായിരിക്കും. അപ്പോൾ അതൊന്നും ഈ കഥയുമായി ചേർന്ന് പോകുന്നില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരിട്ട് മൊർദെഖായി ഇക്കാലത്ത് ബാബിലോണിനെത്തി എന്നതിനേക്കാളും മൊർദെഖായിയുടെ കുടുംബം എപ്രകാരമാണ് ബാബിലോണിലേക്ക് പ്രവേശികളായി വന്നത് എന്നുമാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. ഇക്കാര്യം കുറച്ചുകൂടി വ്യക്തമായി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ അവതരിപ്പിക്കാം. അടുത്തതായി ആരായിരുന്നു മൊർദെഖായി എന്നത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതിന് ശേഷം മൊർദെഖായിക്കുണ്ടായ ഒരു സ്വപ്നത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൻ്റെ അവതാരികയിൽ സൂചിപ്പിക്കുന്നുണ്ട്. 11-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിലാണ് നമ്മളത് കാണുന്നത്. നമുക്ക് തുടർന്ന് വായിക്കാം. 11-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. സ്വപ്നം ഇതായിരുന്നു: ഭൂമുഖത്ത് ബഹളവും സംഭ്രാന്തിയും ഇടിമുഴക്കവും ഭൂകമ്പങ്ങളും ലഹളയും. 2 ഭീകരസത്വങ്ങൾ പൊരുതാനൊരുങ്ങി മുന്നോട്ട് വന്നു. അവ അതിഭയങ്കരമായി അലറിക്കൊണ്ടിരുന്നു. അവയുടെ അലർച്ച കേട്ട് സകല ജനതകളും നീതിമാന്മാരുടെ ജനതയ്ക്ക് എതിരെ യുദ്ധത്തിന് ഒരുങ്ങി. ഭൂമുഖത്ത് അന്ധകാരത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും പീഡനത്തിൻ്റെയും മഹാകലാപത്തിൻ്റെയും ഒരു ദിവസം.
നീതിമാന്മാരുടെ ജനത മുഴുവൻ കഷ്ടതയിലായി. തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ദുഷ്ടതകളെ അവർ ഭയപ്പെട്ടു. നശിക്കാൻ അവർ തയ്യാറായി. അപ്പോൾ അവർ ദൈവത്തെ വിളിച്ചു. അവരുടെ കരച്ചിലിൽ നിന്ന് ചെറിയ ഉറവയിൽ നിന്നെന്ന പോലെ ധാരാളം ജലമുള്ള ഒരു മഹാനദി ഉണ്ടായി. പ്രകാശം വന്നു, സൂര്യൻ ഉദിച്ചുയർന്നു. എളിയവർ ഉയർത്തപ്പെട്ടു, ഉന്നതർ നശിപ്പിക്കപ്പെട്ടു. ദൈവം ചെയ്യാനുറച്ചിരിക്കുന്നത് എന്തെന്ന് മൊർദെഖായി ഈ സ്വപ്നത്തിൽ കണ്ടു. ഉണർന്നപ്പോൾ അതവൻ്റെ മനസ്സിൽ തങ്ങി നിന്നു. അത് എല്ലാ വിശദാംശങ്ങളോടും കൂടെ ഗ്രഹിക്കാൻ അവൻ ദിവസം മുഴുവൻ ശ്രമിച്ചു. സ്വപ്നം കാണുന്ന മൊർദെഖായി. മൊർദെഖായി ഒരു സ്വപ്നം കണ്ടു. വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്വപ്നം കാണുകയും അത് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ആളുകൾ ദൈവിക പദ്ധതിയിൽ നിർണായകമായ സ്ഥാനമുള്ളവരാണ്. പൂർവപിതാവായ യൗസേപ്പ്, ദാനിയേൽ പ്രവാചകൻ, പുതിയ നിയമത്തിലെ യൗസേപ്പ് പിതാവ്, ഇവരെല്ലാം സ്വപ്നം കാണുന്ന വ്യക്തികളെക്കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും നമ്മുടെ ഓർമ്മകളിലേക്ക് ഓടിയെത്തുന്നവരാണ്. പഴയ നിയമത്തിലെ യൗസേപ്പ്, ദാനിയേൽ പ്രവാചകൻ, അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിലെ യൗസേപ്പ്, ഇവരെല്ലാം ശത്രുക്കളുടെ പിടിയിൽ നിന്നും ദൈവത്തിന് പ്രിയപ്പെട്ടവരെ രക്ഷിക്കാൻ ദൈവം ഉപകരണങ്ങളാക്കി മാറ്റിയവരാണ്. ഈ പുസ്തകത്തിൽ മൊർദെഖായിയും ഇവരെ പോലെ പ്രത്യേകമായ ഒരു നിയോഗമുള്ള വ്യക്തിയാണ് എന്ന് ഈ സ്വപ്നം കാണൽ സൂചിപ്പിക്കുന്നു. എന്താണ് മൊർദെഖായിയുടെ സ്വപ്നം? അതിൻ്റെ അർത്ഥം തീർച്ചയായും ഒറ്റ വായനയിൽ മനസ്സിലാവുന്നത് പോലെ തന്നെ വെളിപാട് സാഹിത്യ ശൈലി അഥവാ അപ്പക്കലിപ്റ്റിക് ലിറ്ററേച്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പുസ്തകം വിശദീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭൂമിയിലെ അരാജകത്വം, പ്രകൃതി ദുരന്തങ്ങൾ, അലറുകയും ആക്രമിക്കുകയും ചെയ്യുന്ന രണ്ട് ഭീകരസത്വങ്ങൾ എന്നിവയെല്ലാം ഇവിടെ കടന്നു വരുന്നത്. കാരണം ഇതെല്ലാം വെളിപാട് സാഹിത്യ ശൈലിക്ക് അഥവാ അപ്പക്കലിപ്റ്റിക് ലിറ്ററേച്ചറിന് ഉദാഹരണങ്ങളാണ്. ഉദാഹരണമായി വെളിപാട് പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കുക, ഇതുപോലുള്ള പ്രയോഗങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കും. ക്രമരാഹിത്യവും അരാജകത്വവും ക്രൂര ജന്തുക്കളുടെ സാന്നിധ്യവും എല്ലാം സൂചിപ്പിക്കുന്നത് ദൈവസാന്നിധ്യത്തിൻ്റെ അഭാവത്തെയാണ്. അപ്പോൾ ദൈവസാന്നിധ്യമില്ലാതെ ഒരു സമയം തിന്മയുടെ ശക്തികൾ അരങ്ങുവാഴുമ്പോൾ ദൈവത്തിൻ്റെ ജനം, ഇസ്രായേൽ ജനം ദൈവത്തെ വിളിച്ച് നിലവിളിക്കുന്നു. ഇസ്രായേലിലെ ദൈവം നിലവിളി കേൾക്കുന്നവനാണ്. അവിടുന്ന് എളിയവരെ ജീവൻ്റെ നിറവിലേക്ക് ജനത്തിൻ്റെ രക്ഷയ്ക്കായി തൻ്റെ ഉപകരണങ്ങളായിട്ട് ഉയർത്തും. എസ്തേർ ഇപ്രകാരം ഉയർത്തപ്പെടുന്ന ഒരു എളിയ യഹൂദ വനിതയാണ്. ഇവിടെ പറയുന്നൊരു കാര്യം ഇതാണ്: അവരുടെ കരച്ചിലിൽ നിന്ന് ചെറിയ ഉറവയിൽ നിന്ന് എന്ന പോലെ ധാരാളം ജലമുള്ള ഒരു മഹാനദി ഉണ്ടായി എന്നാണ്. ചെറിയ ഒരു ഉറവയിൽ നിന്ന് ഒരു മഹാനദി ഉണ്ടാകുന്നത് പോലെ ഇസ്രായേലിലെ ഗോത്രങ്ങളിലെ ഏറ്റവും ചെറിയവനായിരുന്ന ബെഞ്ചമിൻ്റെ ഗോത്രത്തിൽ നിന്ന്, ആ ഗോത്രത്തിൽ തന്നെ ജന്മമെടുത്ത എളിയവളായ
സ്വന്തം മാതാപിതാക്കളെപ്പോലും ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട അനാഥയായിരുന്ന എസ്തേർ എന്ന എളിയവളിൽ നിന്ന് ദൈവം ഇതാ അത്ഭുതങ്ങൾ കാണിക്കാൻ പോകുന്നു. ചെറിയ ഉറവ എന്ന മഹാനദിയുടെ പ്രവാഹം ഈ രൂപകം ഈ ചരിത്രത്തെ സാധൂകരിക്കുകയാണ്. പ്രകാശവും ജലവും രക്ഷയും വിശുദ്ധീകരണത്തിൻ്റെ പ്രതീകങ്ങളും മാധ്യമങ്ങളുമായിട്ട് ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. അത്തരത്തിൽ വളരെയേറെ അപ്പക്കലിപ്റ്റിക് ലിറ്ററേച്ചറിൽ വെളിപാട് സാഹിത്യത്തിൻ്റെ സാന്നിധ്യം ഈ ഭാഗത്ത് നമ്മൾ കാണുന്നതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ചാണ്, ശത്രുക്കളുടെ നാശത്തെക്കുറിച്ചാണ്. ഭൂമിയിൽ അന്ധകാരത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും പീഡനത്തിൻ്റെയും കാലം വരുന്നു എന്ന് പറയുന്നത് അഹസ്വേരുസ് രാജാവിൻ്റെ കാലത്ത് ഹാമാൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കടന്നുപോയ മാനസികമായ അവരുടെ അവസ്ഥാന്തരങ്ങളാണ്. അവിടെയാണ് ദൈവം ഇടപെടുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ വിശദീകരിക്കാം.